പൂതന എപ്രകാരമാണോ കണ്ണനെ മാറോടണച്ചത്, അതുപോലെ തൻ്റെ മനസ്സിലേക്ക് ആരെ പ്രതിഷ്ഠിക്കണം? ഭഗവാനെ പ്രതിഷ്ഠിക്കും. ആ ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കണം. എവിടെയോ ഉറപ്പിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഭഗവാനെ ഉറപ്പിക്കുന്നത് കണ്ണിലാണ്. അതാ കുഴപ്പം. പലരും അമ്പലത്തിൽ പോകുന്നുണ്ട്, കാണുന്നുണ്ട്, നോക്കുന്നുണ്ട്, പോകുന്നുണ്ട്. അവിടെയല്ല വേണ്ടത്. ഭഗവാൻ പറയുന്നു, എനിക്ക് സ്ഥാനം വേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലാണ് എനിക്ക് വേണ്ടത്. ഭഗവാൻ എത്ര തവണ ആവർത്തിച്ച് പറയുന്നറിയോ, എനിക്ക് മനസ്സിൽ സ്ഥാനം തരൂ, എന്നെ മനസ്സിൽ പ്രതിഷ്ഠിക്കൂ, എനിക്ക് നിങ്ങളുടെ മനസ്സാണ് വേണ്ടത്. മയ്യ അർപ്പിത മനോബുദ്ധി എന്നാണ്. യോ മദ്ഭക്ത, ആരാണ് എൻ്റെ ഭക്തൻ? അർപ്പിത മനോ, എന്നിൽ ആരാണോ മനസ്സിനെ അർപ്പിക്കുന്നത്. നോക്കൂ, ഭഗവാന് വേറെ ഒന്നും വേണ്ട, നമ്മുടെ മനസ്സ് മാത്രം. മനസ്സ് ഭഗവാന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മനസ്സിൽ ഭഗവാന്റെ രൂപം കാണാനും മനസ്സിൽ ഭഗവാന്റെ നാമം ജപിക്കാനും നമുക്ക് സാധിക്കുക. ആർക്കാണ് ദുഃഖങ്ങളുള്ളതെന്നറിയോ? ഭഗവത് ചിന്തകൾ കുറവുള്ളവർക്ക് ദുഃഖമുണ്ട്. എനിക്ക് ആ ദുഃഖമുണ്ട്, ഈ ദുഃഖമുണ്ട് എന്ന് പറയുമ്പം അവരാ ദുഃഖത്തിൽ തന്നെ മനസ്സ് വെച്ചിരിക്കുകയാണ്. അവരാരുടെ ചിന്തകൾ കൊണ്ടുവരുന്നില്ല. ഇത് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് സമയമെടുക്കും. ഇതിന് ഭട്ടതിരിപ്പാടുണ്ടല്ലോ, ഈ ഗുരുവായൂരിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് വാതരോഗത്തിൻ്റെ വേദനയുണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോ ദശകം കഴിയുമ്പോഴും പറയും, എൻ്റെ വേദന മാറ്റിത്തരണേ, വേദന മാറ്റിത്തരണേ, ഭഗവാനെ എൻ്റെ രോഗം മാറ്റിത്തരണേ. ക്രമേണ 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 മുന്നോട്ട് പോകുന്തോറും പിന്നെ അദ്ദേഹം പറയുന്നതെന്തറിയോ? ഭഗവാനെ, ഞാൻ ആരോടാണ് ഈ പ്രാർത്ഥിക്കുന്നത്? അങ്ങും ഞാനും വേറെയാണോ എന്നാണ്. ശ്രീകൃഷ്ണ തൊൽപദോപാസനമഭയതമം 91 ദശകം ഭട്ടതിരിപ്പാട് അങ്ങനെയാണ് തുടങ്ങുന്നത്. ശ്രീകൃഷ്ണ ത്വൽപദോപാസനമഭയതമം ബദ്ധമിത്യാർത്ഥദൃഷ്ടേ മർത്യസ്യാത്യസ്യ മന്യേ വ്യപസരതി ഭയം ഏന സർവാത്മനൈവ യൽ താവൽ ത്വൽ പ്രണീതാനിഹ ഭജനവിധിൻ ആസ്തിദോ മോഹമാർഗൈ ധാവന്നപ്യാവൃതാക്ഷ സ്കലദിന കുഗജിൽ ദേവദേവാഖിലാത്മൻ. അവിടുന്ന് എങ്ങനെ എനിക്ക് അന്യനാവുക? അങ്ങയുടെ ഉപാസനം എവിടെയുണ്ടോ അവിടെ എവിടെയാണ് ദുഃഖവും വിഷമങ്ങളും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. തൊൽപദോപാസനം, ആരാണോ അവരുടെ മനസ്സിലേക്ക് ഭഗവത് ചിന്തനം കൊണ്ടുവരുന്നത്. അഭയതമം, മനസ്സിലെവിടെയാ പിന്നെ ദുർബലത എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഉണരണമെങ്കിൽ, ഉയരണമെങ്കിൽ ആ മനസ്സിലേക്ക് ആരെ കൊണ്ടുവരണം? ഭഗവാനെ. ഭഗവാന്റെ രൂപത്തെ ചിന്തിക്കാനും ഭഗവാന്റെ നാമത്തെ സ്മരിക്കാനും ഭഗവാന്റെ തത്വം നമ്മൾ ദിവസവും രാവിലെ അതിലേ ചൊല്ലുന്നത്. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമനിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. ഈ മനസ്സുകൊണ്ട് ഭഗവാനെ ഒന്ന് സ്മരിക്കാൻ സാധിച്ചാൽ എവിടെയാണ് പിന്നെ ദുഃഖങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. ഇപ്രകാരം ആ പൂതന ഭഗവാനെ മാറോടണച്ചപ്പോൾ പൂതനയുടെ അപവിത്രമായ മനസ്സ് ആരിലേക്ക് ചേർന്നു? ഭഗവാനിലേക്ക്. അപ്പം നമ്മൾ പൂതനാമോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതൊരു സ്ത്രീയെ ഭഗവാൻ കൊന്നു എന്നുള്ള കഥ എടുക്കരുത്. എന്താ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഓരോരുത്തരുടെയും സ്വാർത്ഥതയും ദ്വേഷവും അഹങ്കാരവും ക്രോധവും നിറഞ്ഞ മനസ്സാണ് ആര്? പൂതന. ഈ വിഷങ്ങളുള്ള മനസ്സിലേക്ക് ആരെ കൊണ്ടുവരണം? അപ്പോൾ നമ്മുടെ മനസ്സിലെ ആ കളങ്കമെല്ലാം മാറി 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 ഈ മനസ്സ് ആരിലേക്ക് ചേരും? ഭഗവാനിലേക്ക്. നിങ്ങൾ കിണറ്റിലെ വെള്ളം കലങ്ങിപ്പോയാൽ, മഴയൊക്കെ പെയ്ത് വെള്ളം കലങ്ങിപ്പോയാൽ അതിലേക്ക് ഇത്തിരി ചുണ്ണാമ്പിട്ട് നോക്കൂ. നിങ്ങൾ ആ വെള്ളത്തിലേക്ക് ഇത്തിരി ചുണ്ണാമ്പിട്ട് നോക്കിയാൽ എന്ത് സംഭവിക്കുന്നറിയോ? ആ കലക്കെല്ലാം താഴേക്ക് അടിഞ്ഞടിഞ്ഞടിഞ്ഞ് കുറേ കഴിഞ്ഞാൽ വെള്ളം വളരെ ക്ലീൻ വെള്ളമാണ്. അപ്പോൾ എത്രയോ കലക്കുള്ള വെള്ളമായാലും ഇത്തിരി ക്ലോറിൻ, ഇത്തിരി എന്താ പറയുക, ഈ ചുണ്ണാമ്പ്, ഇത്തിൾ അല്ലേ, ഇത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം സെറ്റിലാവുന്ന പോലെ, വൃത്തിയാകുന്ന പോലെ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം അഴുക്കുകളുണ്ടെങ്കിലും ആ അഴുക്കുകളൊക്കെ ശുദ്ധമാക്കാൻ ആരെ ഇട്ടാൽ മതി? ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഈ പായൽ തിന്നുന്ന മത്സ്യങ്ങൾ. പായലുള്ള കുളത്തിലൊക്കെ ഒരു ചെറിയ മത്സ്യങ്ങളിട്ടാൽ പായൽ മുഴുവൻ മത്സ്യം കഴിക്കും. അപ്പം അങ്ങനെയൊക്കെ ചില സാധനങ്ങളുണ്ട്. ഈ ചില നാട്ടിലുണ്ടല്ലോ, ഈ
കുരങ്ങന്മാരുടെ ശല്യം ഞാൻ നോക്കിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഭയങ്കര കുരങ്ങന്മാരുടെ ശല്യം. കുരങ്ങന്മാരെ നശിപ്പിച്ച് കളയും. അപ്പോൾ ഇവരെന്ത് ചെയ്തു വെച്ചാൽ കുരങ്ങന്മാർ അങ്ങോട്ട് വരാതിരിക്കാൻ ഒരു വ്യത്യസ്ത വെറൈറ്റി കുരങ്ങന്മാരവിടെ കൊണ്ടുവന്നു. നീളമുള്ള വാല്, നീളമുള്ള ശരീരമുള്ള കുരങ്ങന്മാർ. ആ കുരങ്ങനെ കണ്ടാൽ മറ്റേ കുരങ്ങന്മാർ വരില്ല. അപ്പോൾ ഒരു കുരങ്ങനെ കൊണ്ട് മറ്റേ കുരങ്ങന്മാരെ ഓടിക്കുന്ന പോലെ ഒരു ചിന്തയെ കൊണ്ട് മറ്റുള്ള ചിന്തകളെ ഓടിക്കാൻ നമുക്ക് സാധിക്കും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇത് നമ്മൾ വളർത്തിയെടുക്കണം. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ വേണ്ടാത്ത ചിന്തകൾ കൂടുതലാണ്, വേണ്ട ചിന്തകൾ അതിൻ്റെ ഒരു കുഴപ്പമേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് നിങ്ങളാരും മോശക്കാരല്ല. ഇനി വേണ്ടത് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരും തോറും വേണ്ടാത്തതെല്ലാം പോയിക്കൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയാൽ കാണില്ലേ, എന്തെല്ലാം അഴുക്കുകൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും ഇതിങ്ങനെ മുകളിലേക്ക് വേണ്ടത് കൊടുത്തുകൊണ്ടേയിരുന്നാൽ കുറേ കഴിഞ്ഞാൽ വേണ്ടാത്തതൊക്കെ പോവാൻ ശരീരം നമ്മളെ പ്രേരിപ്പിക്കും. ഉണ്ടോ? ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിവിടെ ഇരിക്കുമോ? നിങ്ങൾ മറ്റുള്ളവരെ വെള്ളം കുടിപ്പിക്കും. ഇവിടെ ഇരിക്കാൻ സമ്മതിക്കില്ലേ നിങ്ങളുടെ ശരീരം? ഉണ്ടോ? അതേപോലെ നമ്മൾ വേണ്ടത് കൊടുത്തുകൊണ്ടേയിരുന്നാൽ വേണ്ടാത്തതെല്ലാം മനസ്സിൽ നിന്ന് പോകുമെന്ന് ഓർമ്മിപ്പിക്കുന്നൊരു കഥയാണ് ഏത്? പൂതനാമോക്ഷം. നമുക്ക് വേണ്ടതല്ലേ ഇത്? നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതല്ലേ ഇത്? ആണോ? ആണോ അല്ലയോ? അപ്പം ഇനി ആര് ദുഃഖിക്കുന്നു എന്ന് പറയുമ്പോഴും, എന്തൊക്കെ വിഷമങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും നിങ്ങളൊക്കെ അവരോട് പറയേണ്ടത് എന്താണ്? ഈ വിഷമങ്ങളൊക്കെ അവിടെ നിന്നോട്ടെ. കൂട്ടത്തിൽ എന്ത് വേണം? ഒരു വിത്ത് നടൂ, ഒരു വൃക്ഷം നടൂ. ആരുടെ വൃക്ഷം? ഭഗവാന്റെ സ്മരണമാകുന്ന വൃക്ഷം. അത് വളർന്ന് വികസിച്ച് അതൊരു പടർന്ന് പന്തലിക്കും. അപ്പോൾ കുറേ കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ ആ വൃക്ഷത്തിൻ്റെ താഴേക്ക് 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 പോയി ഇല്ലേ? നോക്കൂ, നമ്മുടെ വീട്ടിലൊക്കെ അനുഭവം ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളൊരു കറിവേപ്പിലയുടെ തൈ നടുന്നു, ചുറ്റും പുല്ലുകളും മറ്റുമൊക്കെ കാട് പിടിച്ച കറിവേപ്പിലയുടെ തൈ ഇങ്ങനെ പൊങ്ങി 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 വരണോ? നിങ്ങളിടയ്ക്ക് ഇത്തിരി വളക്കൊട്ട് കൊടുക്കണോ? അത് വളർന്ന് വലുതാവണോ? വീണ്ടും പുല്ലും കാടുകളൊക്കെ ഉണ്ടെങ്കിലും കുറേ കഴിഞ്ഞാൽ ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്കും ഈ ചെടി വലുതാവും. ബാക്കിയുള്ള പുല്ലുകളും കളകളൊക്കെ അതിൻ്റെ താഴെ വരും. ആണോ? നേരത്തെ ചെറുതായിരുന്നത് വലുതായി, നേരത്തെ വലുതായിരുന്നതൊക്കെ ചെറുതായി. ഇത്രയും ചെയ്യാനുള്ളൂ. ക്ലാസ്സിൽ അധ്യാപകൻ ചോദിച്ചു കുട്ടികളോട്, ഒരു ബ്ലാക്ക് ബോർഡിൽ ഒരു വര വരച്ചിട്ട് ചോദിച്ചു, ആർക്കിതിനെ ചെറുതാക്കാൻ സാധിക്കുന്നു? ഇത് തൊടുകയും ചെയ്യരുത്, ഇത് മായ്ക്കുകയും ചെയ്യരുത്, ഒരു തരത്തിലും ഇതിനെ തൊടരുത്. ആർക്കിതിനെ ചെറുതാക്കാൻ പറ്റും? നിങ്ങളെപ്പോലെ ബുദ്ധിയുള്ള ഒരാൾ എന്ത് ചെയ്ത? ഒരു കുട്ടി അതിൻ്റെ തൊട്ടടുത്ത് ഒരു വര വരച്ചു. അപ്പം ഈ വര ചെറുതായി. അപ്പം നോക്കൂ, ആ വരയൊന്നും തൊടണ്ട, അതിൻ്റെ അടുത്തൊരു വര വരച്ചാൽ മതി. ഇതുപോലെ നമ്മുടെ തലയിൽ ഒരു വരയും കൂടി വരയ്ക്കും. വീട്ടിൽ പോയിട്ട് കത്തിയെടുത്തിട്ട് വരയ്ക്കണ്ട. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ വരയ്ക്കേണ്ട വരയാണ്, മനസ്സിൽ വരയ്ക്കേണ്ട വരയാണ്, ഈശ്വര സ്മരണത്തിൻ്റെ വരയാണ്. മനസ്സിലായില്ലേ? അതിന് നമ്മൾ പരിശ്രമിക്കണം. അപ്പം ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാൻ എന്താ കാരണം? ദുഃഖമൊടുക്കുവാൻ എന്തേ കൃഷ്ണ കാരണം? ദുഃഖം വരാൻ ഭക്തി കൊണ്ടേ പറ്റുള്ളൂ. എന്തേ വേണ്ടു? ഭക്തി വേണം. ആരോട് വേണം? അഞ്ജന ശ്രീധര ചാരുമൂർത്തേ അഞ്ജലി കൂപ്പി വണങ്ങി. ഭഗവാനെ ഇതാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ആ ഭഗവത് ചിന്തനം കൊണ്ടുവരാൻ ഓർമ്മിപ്പിക്കാൻ. അതിനുശേഷം പൂതനയൊക്കെ അവർ വെട്ടി നുറുക്കി ദഹിപ്പിച്ചു എന്നാണ്. ആ പൂതനയുടെ ശരീരത്തിൽ നിന്നും ചന്ദനം കത്തിച്ച വാസന പോലെ സുഗന്ധം വന്നു എന്നൊക്കെയാണ് കഥ. നോക്കൂ, ഭഗവാനിലേക്ക് മനസ്സ് തിരിയും തോറും അവരുടെയൊക്കെ ജീവിതം സുഗന്ധമായി തീരും. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം എന്നൊക്കെ മൃത്യുഞ്ജയ മന്ത്രത്തിൽ പറയുന്നത് പോലെ ജീവിതം ധന്യമായി തീരും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം പിന്നീട് അടുത്തൊരു കഥയാണ്. ഭഗവാൻ ഇങ്ങനെ വളർന്നു വലുതായപ്പോൾ ഭഗവാന്റെ പിറന്നാൾ വന്നപ്പോൾ അമ്മ പിടിച്ചു പുറത്ത് കിടത്തി എന്നാണ്. അന്ന് മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്ത് കൊണ്ടു കിടത്തി. ആ സമയത്ത് ഭഗവാനെ കൊല്ലാൻ വേണ്ടി മറ്റൊരുത്തൻ അവിടെ എത്തിച്ചേരുകയാണ്. അവൻ്റെ പേരായിരുന്നു, ഒരു വാഹന രൂപത്തിൽ വന്നു എന്നാണ്, വണ്ടിയുടെ രൂപത്തിൽ, കാളവണ്ടിയുടെ രൂപത്തിൽ അവൻ വന്നു എന്നാണ്. ഭഗവാൻ കിടക്കുന്നിടത്തേക്ക് ഉരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ട് അവനെത്തി. അവൻ്റെ പേരായിരുന്നു ശകടാസുരൻ.
നിങ്ങൾക്ക് കഥകളൊക്കെ നന്നായിട്ട് അറിയാൻ തോന്നണോ? ഏതായാലും ഈ ശകടാസുരൻ ഏത് സമയം ഭഗവാന്റെ മേൽ കയറും എന്ന് കണ്ടപ്പോൾ ഭഗവാന് മനസ്സിലായി, ഇവൻ എന്നെ കൊല്ലാൻ വന്നതാണ്, ഇതൊരു അസുരനാണ്. ഗോപന്മാരൊക്കെ ചുറ്റും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാവം യശോദാദേവി ഇതേ ആർക്കാ ഇനി സാമ്പാർ വേണ്ടത്, ആർക്കാ അവിയൽ വേണ്ടത്, ഓലൻ വേണ്ടതെന്ന് പറഞ്ഞിങ്ങനെ നടക്കുക. അവരൊക്കെ വിളമ്പുന്ന തിരക്കിലാണ്. അപ്പോഴാണ് ഭഗവാന്റെ അടുത്തേക്ക് ഇവൻ പതുക്കെ പതുക്കെ ഉരുണ്ടു വരുന്നത്. ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ പിഞ്ചു കാലുകൊണ്ട്, അതുവരെ ഭഗവാന്റെ കഥകൾ ഇങ്ങനെയാണ്, ആ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഭഗവാൻ അന്നാണത്രേ സാധാരണ പ്രസവിച്ച കുട്ടികളൊക്കെ മലർന്നല്ലേ കിടക്കുക, അന്നത്തെ ദിവസമാണത്രേ ഭഗവാൻ കമിഴ്ന്ന് നടന്നത്. ഭഗവാൻ എന്താ അകന്നും കമിഴ്ന്നും മലർന്നും കിടക്കല്, ഇതൊക്കെ ഒരു അഭിനയം. അപ്പോൾ യശോദാദേവി വിചാരിച്ചു എൻ്റെ കുട്ടി ഇന്ന് കമിഴ്ന്ന് കിടന്നല്ലോ, എന്ന് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാം. ഭഗവാൻ എന്ത് ചെയ്തു? പതുക്കെ നീന്തി 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 അവൻ്റെ അടുത്തെത്തി. അവൻ തൻ്റെ മേലേക്ക് മറയുന്നതിന് മുമ്പ് തൻ്റെ പിഞ്ച് കാലവൻ്റെ ആ വണ്ടിയുടെ മുകളിൽ വെച്ച് ശക്തിയിലൊരു തള്ളു വെച്ചു കൊടുത്തു. ഭഗവാനായിരിക്കണം ആദ്യത്തെ ക്രിക്കറ്റ് പ്ലെയർ. നല്ലൊരു അടി വെച്ചു കൊടുത്തു. ആ വണ്ടി ശക്തമായി തെറിച്ച് കഷ്ണങ്ങളായി കഷ്ണങ്ങളായി താഴോട്ട് വീണുപോയി എന്നാണ്. അങ്ങനെ ഭഗവാൻ രണ്ടാമതൊരസുരന് മുക്തി കൊടുക്കുകയാണ്. അവൻ്റെ പേരാണ് ശകടാസുരൻ. നോക്കൂ, ഈ കഥകളൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ, കുട്ടിക്കാലത്ത് ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ രസമാണ്. LKG കുട്ടികൾക്ക് പറ്റുന്ന കഥകളാണ്. ഒരു വണ്ടി വരുന്നു, കൃഷ്ണൻ്റെ നേരെ, കൃഷ്ണൻ കാലുകൊണ്ട് തട്ടണു, ശകടാസുരൻ മരിക്കണു, ഹോ നമ്മുടെ ഉണ്ണിക്കണ്ണൻ എന്തൊരു ശക്തിയുള്ളതാണെന്നൊക്കെ. പക്ഷേ നിങ്ങൾ കുറച്ച് വളർന്നു വലുതാകും തോറും ഈ കഥകൾക്കൊക്കെ പിന്നിൽ സൂക്ഷ്മമായ തത്വങ്ങളുണ്ടെന്നും അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെന്നും അത് നമ്മുടെ നിത്യജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ടതാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോണ്ടല്ലോ, അതിൻ്റെ പിന്നിലുള്ള തത്വങ്ങളാണ് നമ്മുടെ ജീവിതത്തെ വളരെ മാനസികമായി എന്താ പറയുക, വികസിപ്പിക്കുന്നത് പറയാം. അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇത്തിരി മറ്റു ഗ്രന്ഥങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പരിചയം വേണം. അപ്പോഴാണ് ഈ ശകടാസുരൻ ആരാന്നൊക്കെ വരുള്ളൂ. നമുക്ക് ശകടാസുരനെ കണക്ട് ചെയ്യുന്നത് ഇതൊരു ഉപനിഷത്തുമായി ബന്ധപ്പെട്ട കഥയാണ്. ഇതിനെ കഠോപനിഷത്ത് എന്നൊക്കെ പറയും. അപ്പം അവിടെ ഭഗവാൻ യമരാജാവ് പറയുന്നുണ്ട്, ഈ വാഹനം ശകടം എന്ന് കേൾക്കുമ്പോൾ അർത്ഥമെടുക്കേണ്ടത് ശരീരം എന്നർത്ഥമെടുക്കണം. എന്താണ് ശരീരം? ഇതിനെ ഒരു രഥവുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്, ഒരു വാഹനവുമായി ഇതിനെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു വാഹനം തന്നെയാണ്, 2 വീലറാണത് അല്ലേ? 2 കാലിൽ ഇങ്ങനെ പോകണ്ടല്ലോ സാധനം. ഒരു കാർ ഓടിക്കുന്ന പോലെ ഇതും ഓടുന്നുണ്ട് സാധനം. ഇതിനെ പറയാം നടരാജ് മോട്ടോർ സർവീസ് എന്നാണ്. നടന്നു പോകുന്ന സാധനമാണിത്. ഇപ്രകാരം ഉള്ളൊരു വാഹനം. ഈ വാഹനം ശകടം. ശകടം എന്ന് പറഞ്ഞാൽ വാഹനം. ഏതാണ് വാഹനം? നമ്മുടെ സ്വന്തം ശരീരം. പറയാണ്, ശരീരം രഥം വിത്തി. ശരീരത്തെ ഒരു രഥം എന്നറിഞ്ഞാലും മനസ്സിനെ നിങ്ങൾ രഥിനം വിത്തി. ഈ മനസ്സിനെ നിങ്ങൾ ഈ രഥം ഓടിക്കുന്നവനായി കണ്ടാലും, ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ രാവിലെ എണീറ്റ് നിങ്ങൾ വിചാരിക്കുകയാണ് ഗുരുവായൂർ വരെ ഒന്ന് നടന്ന് പോകണമെന്ന്. അപ്പം ഡ്രൈവർ മനസ്സാണ്. വാഹനം ഏതാണ്? ഷെഡിൽ നിന്ന് വാഹനം എടുക്കുന്ന പോലെ ബെഡിൽ നിന്ന് വാഹനം എടുത്തു അല്ലേ? ഷെഡിൽ നിന്ന് വാഹനം എടുക്കുന്ന പോലെ ബെഡിൽ നിന്ന് വാഹനം. വാഹനം ഒന്ന് കുളിപ്പിക്കുന്ന പോലെ നിങ്ങൾ ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു. വാഹനമൊക്കെ തുടച്ച് വൃത്തിയാക്കി റെഡിയാക്കുന്ന പോലെ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടു, മേക്കപ്പൊക്കെ ചെയ്തു. വാഹനത്തിൽ പെട്രോൾ ഒഴിക്കുന്ന പോലെ ഇതിലും രാവിലെ 1 ലിറ്റർ ചായ, 2 ലിറ്റർ ഇതൊക്കെ അടിച്ചു കൊടുത്തു. വണ്ടി റെഡിയാണ്, ഇനി ഗുരുവായൂരിൽ പോവാം. ഉണ്ടോ? ശരിയല്ലേ ഇത്? അപ്പം ശരീരം ഒരു വാഹനമാണ്. പക്ഷേ ആരാണ് ഈ ശകട അസുരൻ? ശകടത്തിൽ ഒട്ടി നിൽക്കുന്നവൻ ആരോ, അവൻ ശകടാസുരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ശരീരമാണ് എൻ്റെ ശക്തി എന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്നവരാണ് ശകടാസുരൻ. എൻ്റെ ശരീരത്തിന് വല്ലത് സംഭവിച്ചാൽ ജീവിതം പോയിന്ന്. അങ്ങനെയാണ് പലരും ക്യാൻസർ കൊണ്ട് തളരുന്നത്, രോഗങ്ങൾ കൊണ്ട് തളരുന്നത്, ആക്സിഡൻ്റ് കൊണ്ട് തളരുന്നത്. പലർക്കും ജീവിതത്തിൽ ശാരീരികമായ എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ അതിനെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ഇല്ലാത്ത എത്രയോ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. എനിക്കെന്താ ഇങ്ങനെയൊക്കെ വന്നത്? എന്താ ഈശ്വരൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്ത് പൂർവ്വജന്മ പാപം ചെയ്തു? ഈശ്വര കേൾക്കുന്നില്ലേ എത്ര പാൽപ്പായസം കഴിപ്പിച്ചു എന്നും? ഇതൊക്കെ ഏത് ദൈവത്തിനോട് പറയണു? നിങ്ങൾ മനസ്സിലായില്ലേ?
നോക്കൂ, ദൈവങ്ങളുടെ ഒരു കൺഫ്യൂഷൻ നോക്കൂ. ആ ശബരിമലയിൽ പോകുമ്പോഴേ നിങ്ങൾക്കത് അറിയുള്ളൂ. നാളികേരം ഉടയ്ക്കുന്നവൻ്റെ പ്രാർത്ഥന, ഭഗവാനെ ജീവിതത്തിൻ്റെ സകല ദുരിതങ്ങളും തീരണേ എന്നാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ടത്. അവിടെ ഈ നാളികേരം കോൺട്രാക്റ്റ് എടുക്കുന്നൊരു വിഭാഗമുണ്ട്. നമ്മൾ നാളികേരം ഉടച്ചു കഴിഞ്ഞാൽ അത് കൊപ്രയാക്കി കൊടുക്കേണ്ട ആളുകളുണ്ട്. അവർ കോൺട്രാക്റ്റ് എടുത്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഉടയ്ക്കുന്നതിനനുസരിച്ച് ഇവരിങ്ങനെ വാരിക്കൊണ്ടുപോയി കോൺട്രാക്ടർമാർ. അപ്പോൾ അവൻ്റെ പ്രാർത്ഥന എന്താ അറിയോ? അയ്യപ്പസ്വാമി അതെങ്കിലും ഉടയരുതേ, അതെങ്കിലും ഉടയരുതേ, അതെങ്കിലും ഉടയരുത്. ഉടയാതെ വന്നാൽ 25 രൂപയാണ് ഒരു നാളികേരത്തിന്. ഉടഞ്ഞു പോയാൽ 4 രൂപയാണ് ഒന്നിന്. കോൺട്രാക്റ്റുകാരൻ എപ്പോഴും ആരുടയ്ക്കുമ്പോഴും ചൊല്ലുന്നൊരു മന്ത്രമാണ്, ഭഗവാനെ അയ്യപ്പസ്വാമി അത് ഉടയല്ലേ. ഇതിലേതാ അയ്യപ്പൻ കേൾക്കുക? ഉടയണം എന്നുള്ളത് കേൾക്കോ, ഉടയരുതെന്ന് കേൾക്കോ? മനസ്സിലായില്ലേ? അയ്യപ്പസ്വാമിക്ക് കൺഫ്യൂഷൻ, അതിലേതാ കേൾക്കേണ്ടത് എന്നുള്ളത്. ഇതാണ് സത്യം. അതുകൊണ്ട് ജീവിതത്തിൻ്റെ സത്യം മനസ്സിലാക്കൂ. നമ്മുടെ ശരീരമാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് കരുതി ഏതൊക്കെ അമ്പലങ്ങളിൽ എന്തൊക്കെ വഴിപാടുകൾ നിങ്ങൾ നയിച്ചോളൂ, ഒരു ദൈവത്തിനും നിങ്ങളെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. കാരണം നിങ്ങളുടെ ശക്തി ശരീരമല്ല. നമ്മുടെ ശക്തി, ഈ മനസ്സിൻ്റെ ശക്തി ആരാണോ മനസ്സിനെ ശരീരത്തിൽ നിലനിർത്തുന്നത്, അതാണ് നമ്മുടെ ശക്തി. അതാരാ നിലനിർത്തുന്നത്? ഭഗവാൻ ആത്മാവിൻ്റെ രൂപത്തിൽ ഈ ശരീരത്തിൽ ആരെ നിലനിർത്തുന്നു? ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് ആവർത്തിക്കുകയാണ് ഒന്നുകൂടി. മനസ്സ് ശരീരത്തിൻ്റെ ഭാഗമായിരുന്നു എങ്കിൽ എന്തായിരുന്നു? മരിച്ചു കഴിഞ്ഞാലും ഈ ശരീരത്തിൽ ആര് വേണം? മനസ്സ് വേണം. അപ്പം മരിച്ച ഒരു ശരീരത്തിൽ ആരില്ല? മനസ്സില്ലെങ്കിൽ ചോദ്യമുണ്ട്, ആരാണ് മനസ്സിനെ ശരീരത്തിൽ നിലനിർത്തുന്നത്? അവിടെയാണ് നമ്മുടെ ഋഷിമാർ പറയുന്നത്, ഈ മനസ്സിനെ നിലനിർത്തുന്നത് ആത്മാവായ ഭഗവാനാണ്. എന്താ തെളിവ്? കാരണം ഉറങ്ങിക്കിടക്കുന്ന മനസ്സ് വീണ്ടും ഉണർന്നു വരുന്നുണ്ട്. മരിച്ചു കിടക്കുന്ന ശരീരത്തിൽ ഇനി ഒരിക്കലും മനസ്സിന് ഉണരാൻ സാധ്യല്ല. കണ്ണുകൊണ്ട് കാണുന്നില്ലേ നമ്മൾ? ഇല്ലേ? അപ്പോൾ ഭഗവാനാണ് ശക്തി എന്നറിയാതെ ശരീരമാണ് ശക്തി എന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്നവരൊക്കെ ആരാണ്? അപ്പോൾ ആ ശകടാസുരന്മാരിന്ന് നമ്മുടെ കൂടെ ഇല്ലേ? നമ്മുടെ കൂടെയല്ല, നമ്മളൊക്കെ തന്നെ. മനസ്സിലാക്കൂ നിങ്ങൾ. അപ്പോൾ ഭഗവാൻ ആ ശകടാസുരനെ തട്ടിത്തെറിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവത് സ്മരണ കൂടുന്തോറും ശരീരമാണ് എൻ്റെ ശക്തി എന്ന ബോധം മാറി ഏത് ബോധം വരും? ഭഗവാനാണ് എൻ്റെ ശക്തി എന്ന ചിന്ത നമ്മളിൽ ഉറച്ചു വരും. ഭട്ടതിരിപ്പാടിന് അതായിരുന്നു സംഭവിച്ചത്. തൻ്റെ ശരീരമാണ് ശക്തി എന്ന് കണ്ടപ്പോൾ ശരീരം തളർന്നപ്പോൾ ആൾ തളർന്നു. ക്രമേണ ഗുരുവായൂരപ്പനിലേക്ക് ശ്രദ്ധ തിരിച്ചപ്പോൾ അദ്ദേഹം പറയണു, തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ ഹൃത്വാ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി. ഞാൻ ഇത്രയും കാലം കരുതിയത് എൻ്റെ ശരീരമായിരുന്നു എൻ്റെ ശക്തി. ഇതാണ് ഇപ്പോഴല്ലേ മനസ്സിലായത്. തേ പാദമൂലം മേ ചിത്തസ്ഥിതം മേ. ഇപ്പോഴെൻ്റെ ശക്തി മുഴുവൻ എൻ്റെ പാദമല്ല, എൻ്റെ ശരീരമല്ല, അവിടുത്തെ പാദാരവിന്ദമാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ ദുഃഖമില്ല. പരമാനന്ദ സന്തോഹലക്ഷ്മി. ഇപ്പോഴെൻ്റെ മനസ്സിൽ എന്തേ ഉള്ളൂ? നേരത്തെ എന്തായിരുന്നു? ദുഃഖമായിരുന്നു. മനസ്സിലാവുണ്ടോ നിനക്ക്? സ്വന്തം മനസ്സിനെ ദുഃഖിപ്പിക്കാൻ സാധിക്കും, സ്വന്തം മനസ്സിന് സന്തോഷം തരാൻ സാധിക്കും. സന്തോഷം തരണമെങ്കിൽ മനസ്സിനെ നമ്മുടെ ശരീരമാണ് ശക്തി എന്ന ചിന്തയിൽ നിന്നും ഏത് ചിന്തയിലേക്ക് കൊണ്ടുവരണം? ഭഗവാനാണ് എൻ്റെ ശക്തി, ഭഗവാനാണ് എൻ്റെ കരുത്ത് എന്ന ചിന്തയിലേക്ക് കൊണ്ടുവരണം. ഇതൊന്നും താനെ സംഭവിക്കില്ല. ആര് ചെയ്യണം? അവനവനെ കൊണ്ടുവരണം. മനസ്സിലാവുണ്ടോ നിനക്ക്? അപ്പോൾ ഭഗവാനോട് അടുക്കും തോറും ഭഗവാൻ ആ രഥത്തെ തട്ടിമാറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്നും ശരീരമാണ് എൻ്റെ ശക്തി എന്ന ചിന്ത മാറ്റി ഭഗവാനാണ് എൻ്റെ ശക്തി എന്ന ബോധത്തിലേക്ക് നമ്മളെ ഉയർത്തുമ്പോൾ നമ്മൾ മുക്തരായിത്തീർന്നു. ഇതാണ് ശകടാസുരൻ. മനസ്സിലാക്കേണ്ട കഥയല്ലേ? ആണോ അല്ലയോ? ഇങ്ങനെ ഈ കഥ പറഞ്ഞതിന് ശേഷം അടുത്തൊരു കഥ. ഇങ്ങനെ അനവധി കഥകൾ, ഇത് പറഞ്ഞാൽ തീരില്ല. അങ്ങനെ ഇരിക്കെ ഭഗവാൻ ഇങ്ങനെ വളർന്നു. ഏത് കുട്ടികളും വളർന്ന പോലെ ഭഗവാനും വളർന്നു. അമ്മയ്ക്ക് വളരെ മോഹം. ആ കാർമേഘ വർണ്ണം വരുന്നു,
വളർന്നു വരുന്നു. ഭഗവാന്റെ പുഞ്ചിരി, ചെറിയ ചെറിയ പല്ലുകൾ, ഭഗവാന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന നോട്ടം, ഇടയ്ക്ക് കോട്ടുവായിട്ട് പ്രപഞ്ചം മുഴുവൻ കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഓരോ ലീലകൾ വരുന്ന സമയത്ത് ഒരു ദിവസം ആ ഗോകുലത്തിൽ ഭയങ്കരമായ പൊടിക്കാറ്റ് വന്നു. എവിടെ നോക്കിയാലും കണ്ണ് കാണാൻ വയ്യാത്ത വിധത്തിൽ ചുഴലിക്കാറ്റ്. നമ്മളിപ്പം ഇടയ്ക്ക് മഴ വരുന്നത് പോലെ ആകെ അസ്വസ്ഥരെ എല്ലാവരും. ആ സമയത്ത് യശോദാദേവി കണ്ണനെ മടിയിലിരുത്തി മുലപ്പാൽ കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഗോപികമാർ പറഞ്ഞ, യശോദയെ വാതിലടയ്ക്കൂ, പൊടിക്കാറ്റ്, ഭയങ്കര കൊടുങ്കാറ്റ്, വേഗം വാതിലടയ്ക്കൂ. ഗോപികമാരൊക്കെ വന്ന് വേഗം വാതിലടച്ചു. അപ്പം ഭഗവാന് മനസ്സിലായി, ഇത് കേവലം ഒരു പൊടിക്കാറ്റല്ല, ഇതിൻ്റെ പിന്നിലും ഒരു അസുരൻ്റെ പ്രവർത്തനമുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അസുരനായിരുന്നു ആര്? തൃണാവർത്തൻ. ഞാൻ ഭാഗവതം നിങ്ങളുടെ അടുത്തുനിന്ന് കേൾക്കണം തോന്നണം. എല്ലാവർക്കും ബൈഹാർട്ടാണല്ലോ കഥകളൊക്കെ. നിങ്ങളൊക്കെ കുറേ കഴിഞ്ഞാൽ പറയാൻ തുടങ്ങുന്നാൽ ഭാഗവതത്തിന് നല്ല പ്രചാരം വരും. അങ്ങനെ ഭഗവാൻ ഇത് തൃണാവർത്തൻ എന്ന് മനസ്സിലാക്കിയതും, അമ്മ എന്നെ കൊണ്ടുപോകാനാണ് വരുന്നത്, പാവം അമ്മയുടെ മടിയിൽ ഇരുന്നാൽ അമ്മയോടുകൂടി അവൻ തൂക്കിയെടുക്കും, അത് വേണ്ട, പാവത്തിനെ ബുദ്ധിമുട്ടിക്കണ്ട. ഭഗവാൻ എന്ത് ചെയ്തു എന്നറിയോ? സ്വയം ശരീരത്തിൻ്റെ ഭാരം കൂട്ടിയെന്നാണ്. അങ്ങനെ ഭഗവാൻ കനം കൂടുതലുള്ള ഒരാളെപ്പോലെ അങ്ങോട്ട് ഭാവന ചെയ്തപ്പോൾ അമ്മയ്ക്ക് മടി വേദനിക്കാൻ തുടങ്ങി, കാലുകൾ വേദനിക്കാൻ തുടങ്ങി. മകനാണെന്ന് നോക്കിയില്ല, ഉരുട്ടി താഴെ ഇട്ടു. വേദനിച്ചാൽ പിന്നെ എന്തു ചെയ്യും? ആ സമയത്ത് ഭഗവാൻ ഭാരം കുറയ്ക്കണു, അവൻ തൂക്കി കൊണ്ടുപോകണു ഭഗവാനെ. ഭഗവാൻ ഒരൊറ്റപ്പിടുത്തം കഴുത്തിൽ, അവനെക്കൊണ്ട് പ്രാണായാമം ചെയ്യിച്ചു ഭഗവാൻ. ഒരൊറ്റപ്പിടുത്തം, അവന് ശ്വാസം കിട്ടുന്നില്ല. ഭഗവാൻ ശരീരത്തിൻ്റെ ഭാരം കൂട്ടി. അപ്പോഴേക്കും യശോദാദേവി നോക്കുമ്പോൾ കൃഷ്ണനെ കാണുന്നില്ല. പാവം ബോധം കെട്ട് വീണു. രോഹിണി ദേവി വെള്ളമൊക്കെ കൊണ്ടുവന്ന് തളിച്ചു. എന്ത് പറ്റി യശോദയെന്ന് ചോദിച്ചപ്പോൾ കണ്ണനെ കാണുന്നില്ല. എല്ലാവരും നോക്കി, കണ്ണനെ കാണുന്നില്ല. പറഞ്ഞു, ഞാനിവിടെ താഴെ കടത്തിയതാണെന്ന്. രോഹിണി പറഞ്ഞു, ഉരുട്ടുന്നത് ഞാൻ കണ്ടു എന്ന്. ഉരുട്ടിയിട്ടതാണേ. അതിൻ്റെ ഇടയ്ക്ക് ഗോപികമാരെല്ലാവരും കരയാൻ തുടങ്ങി. അവരെല്ലാവരും ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഹേ ജഗദീശ്വര, ഹേ പരദേവതേ, ഒന്നും കണ്ണനെ സംഭവിക്കല്ലേ, കണ്ണനെ രക്ഷിക്കണേ എന്നൊക്കെ. അപ്പോഴേക്കും ഒരു വലിയൊരു ശബ്ദം. ചെന്ന് നോക്കുമ്പോൾ ഒരു വലിയ ബീഭത്സ രൂപത്തിലൊരു അസുരൻ, അവനെ കൊന്നു ഭഗവാൻ. കണ്ണനെ എവിടെ നോക്കുമ്പോൾ അടുത്ത ശബ്ദം, ഇടും ചെറിയൊരു ശബ്ദം. പോയി നോക്കുമ്പോൾ ഇവൻ്റെ പുറത്ത് ഭഗവാൻ. നോക്കുമ്പോൾ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഗോപികമാർ ഓടിച്ചെന്ന് എടുത്തിട്ട് പറയാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒന്നും പറ്റാതിരുന്നതെന്ന്. ഭഗവാൻ ഇങ്ങനെ നോക്കി, നല്ല പ്രാർത്ഥിച്ചതുകൊണ്ടാണ് പറ്റാതിരുന്നത്. ഭഗവാൻ അവരെയൊക്കെ പുഞ്ചിരിച്ചു നോക്കി. അപ്പോഴേക്കും നേരെ കൊണ്ടുപോയി തൊഴുത്തിൽ. പാവം ഭഗവാൻ അന്ന് തുടങ്ങിയത് തൊഴുത്തുമായിട്ട് ബന്ധം. തൊഴുത്തിൻ്റെ പശുവിൻ്റെ വാല് കൊണ്ട് ഒഴിഞ്ഞിടുക. നമ്മുടെയൊക്കെ നാട്ടിലുണ്ടല്ലോ, കടുകുകൊണ്ടൊക്കെ അല്ലേ ഒഴിഞ്ഞിടുക. അവിടെ പിന്നെ അവിടെ സുലഭമായി കിട്ടുന്ന സാധനമാണ് കടുക്. അപ്പം അതിന് വിലയില്ലേ, നമുക്ക് കുറച്ചല്ലേ കിട്ടുള്ളൂ കടുക്, ഇല്ലേ? അപ്പോൾ കടുക് ഒഴിഞ്ഞിടുക, മുളക് ഒഴിഞ്ഞിടുക, ഓരോരുത്തർക്ക് ഉപ്പ് ഒഴിഞ്ഞ്, എന്തൊക്കെയോ പരിപാടികളുണ്ടല്ലോ ഓരോ വീട്ടിൽ. എന്തൊക്കെയോ കണ്ണ് പറ്റി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞിടും. എവിടെ ആ കടുക് പോയി കിട്ടിയെന്നല്ലാതെ എന്ത്. ഏതായാലും നമ്മൾ ഓരോരോ അന്ധവിശ്വാസങ്ങളാണ് ഓരോന്നേ. ചിലതൊന്നും അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്.